തൂവൽച്ചേരത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളാണ്. നല്ല വ്യൂ ആണ്. പോണ്ടിച്ചേരി പുതുച്ചേരിയൊക്കെ ഉള്ള ഒരു ഫീലാണ് ഈ ബീച്ച്. ഈ ബീച്ചിൻ്റെ ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ് ഇതിൻ്റെ. അതായത് ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. കടലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നോക്കുക, ഇവിടെ ആളുകൾ കുറവാണ്. ഇന്ന് ഞായറാഴ്ച ഒന്നല്ലല്ല. കടൽ തൂവൽത്തീരതാ, ഒരു രക്ഷയില്ല തൂവൽത്തീരം. തൂവൽത്തീരത്തിൻ്റെ ആകാശം കടലും കൂടെ അടുത്ത മാതിരി. താന്നൂരിലെ ഏറ്റവും നല്ല ബീച്ചാണ് തൂവൽത്തീരം ബീച്ച്. ആളുകൾ കുറവാണ്. അതിൻ്റെ ഒരു പാർക്കുകളൊക്കെ ഉണ്ട്, ചെറിയ പാർക്കുകളുണ്ട്. പിന്നെ എന്തോ ഇന്നൊരു എനർജി കുറവ് എല്ലാം സംസാരിക്കാൻ. ബീച്ചിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ എന്തൊക്കെയാ ബോട്ട് ആക്സിഡൻറ്റ് നടന്നതിൻ്റെ ശേഷം ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ മന്ദഗതിയിലയക്കണേ. ബോട്ട് ആക്സിഡൻറ്റ് നടന്നൊരു ഏരിയ നമുക്ക് നടന്ന് കാണാം എന്തായാലും. അത് നമ്മളെ ഇവിടെയാണ്, നമ്മളെ പൂരപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തൂവൽത്തീരത്തിനോട് അടുക്കുന്നൊരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ബണ്ട് ബണ്ട് പൊട്ടിച്ചിട്ട് കടലും പുഴയും കൂടെ ഒന്നിച്ചത് ഇവിടെ നിന്നാണ്. ഇവിടെയാണ് ആളുകൾ മീൻ വല വീശുന്നത്. നമുക്ക് ഇനി ബോട്ട് ആക്സിഡൻറ്റ് നടന്ന ഏരിയയ്ക്ക് നമുക്ക് പോവാം. അത് ഇതിൻ്റെ ചോട്ടിലാണ്. ഇതാണ്ടോ ബീച്ചിൻ്റെ ഒരു വശ്യ സൗന്ദര്യം. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊരു നിങ്ങൾ കണ്ട് തന്നെ ഇതിൻ്റെ അനുഭൂതി തീർക്കണം. താന്നൂരിൽ നിന്നൊരു 8 കിലോമീറ്റർ ഇല്ല, താന്നൂർ ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്ററിന് മേലെ ഉണ്ടാവും. ഇതിൻ്റെ അടിയാണ് അണ്ടർ ബ്രിഡ്ജിൻ്റെ അടി. ബോട്ട് അപകടം നടന്ന ഒരു ഏരിയയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നെന്തോ ആളുകളെ കൂടുതൽ കയറ്റി, അങ്ങനെ അതിൻ്റെ എന്തൊക്കെയോ അപകടങ്ങളാണ്. അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് ആളുകൾ മരിച്ച് അവരുടെ കുടുംബത്തിന് ഒരു ഭയങ്കര നഷ്ടമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഏരിയയ്ക്കാണ് ആ കാണുന്ന വ്യൂ കണ്ടോ. ആ വ്യൂവിലിങ്ങനെ കണ്ടോ, അത് ബണ്ട് പൊട്ടിച്ചാണ്. ഇപ്പോൾ ബണ്ട് പൊട്ടിച്ചൊരു മേഖലയാണിത്. ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണിങ്ങനെ മണൽത്തിട്ട ഇടിഞ്ഞിങ്ങനെ കണ്ട ബണ്ടിങ്ങനെ പൊട്ടിച്ചിട്ട് ആ ബണ്ട് കെട്ടിയതിൻ്റെ ആ ഒരു ഏരിയ ഇങ്ങനെ മണൽത്തിട്ട ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ കൂടുതലാവുമ്പോൾ വേലിയിറക്കം ഉണ്ടാകുമ്പോൾ ബീച്ചിൻ്റെ ഇത് പുഴയും കടലും കൂടിച്ചേരുന്നൊരു ഏരിയയാണ്. അതായത് നമ്മളെ പൂരപ്പുഴ ഇങ്ങനെ എത്തിയിട്ട് ഒട്ടുംപുറം തോൽത്തെത്തുന്ന ഒരു വ്യൂ ആണിത്. ഇതാണിപ്പോൾ മണ്ണ് പൊട്ടിച്ച സ്ഥലം. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ ഒരു കൊക്ക് അതാ മീനിനെ പിടിക്കുന്നത്. മീനിനെ പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസമല്ല, ഒരു മാസം ഇവിടെ ഇരുന്നാലും ഇവിടുത്തെ ടൈം പോകുന്നത് നമ്മൾ അറിയില്ല. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് അതേമാതിരി ശോഭനമ്പ് കലങ്കരി ഉത്സവ സമയങ്ങളിലൊക്കെ രാത്രി 1 മണിക്ക് 5 മണീൻ്റെ വെടിക്കെട്ട് കാണാൻ നമ്മളിവിടെ വന്നിട്ടാണ് ഇരുന്നത്. അന്നൊക്കെ ഇരുന്നവരൊക്കെ ഇപ്പോൾ ഗൾഫിലാണ്. നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കാരണം സമയം പോകില്ല. കാരണം വരവ് ഒരു 1 മണിയാകുമ്പോൾ കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെയാണ് ഇരിക്കുക. അതുകൊണ്ട് ആകാശം നീല കളറ്, എന്തൊരു ബ്യൂട്ടിയാണ്. അതാണ് അപ്പുറത്ത് സദാം ബീച്ചാണ്, കെട്ടുങ്ങൽ എന്ന് പറയും. ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ്. ഇതിപ്പോൾ അടുത്താണ് ഈ ബണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഒഴുകി വരുന്നത്. വെള്ളം നല്ല സ്പീഡിലാണ് വരുന്നത്. കടൽ ശാന്തമല്ല, കടൽ ഇളകിയിട്ടാണ് നിൽക്കുന്നത്. എന്തൊരു ബ്യൂട്ടിയാണ്.
ആകാശവും കടലും തമ്മിൽ അടുത്തടുത്ത് നിൽക്കുന്നു. കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ നമ്മൾ അടുത്ത് കാണാൻ പോവാണ്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. ഇതാ കടലിലെത്തി. കടലിതാ മത്സ്യത്തൊഴിലാളികൾ വല വീയാൻ പോകുന്നുണ്ട്. ഇതാ വല വീണത് കണ്ട നല്ല മീനടിക്കും. കാരണം കടലിങ്ങനെ കയറി വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടായതുകൊണ്ട്, കാലാവസ്ഥ മൺസൂണായതുകൊണ്ട് മീനുകൾ കയറും. ഇതാ ഒരു വല വീശുന്നത് കണ്ട ഒരു രസമായിട്ടാണ്. വല വീശിയിട്ട് അവർക്ക് ഭക്ഷണത്തിനുള്ള ഇതും ദിവസക്കൂലിയൊക്കെ അവർ നോക്കി. ചില ദിവസം നല്ല മീൻ കിട്ടും, ഇപ്പോൾ കുറവ് കിട്ടും. ഇതാണ് ഇതിൻ്റെ മൊത്തം ഒരു വ്യൂ, ഔട്ട് വ്യൂ. അവർ മീൻ പിടിച്ചിട്ട് മീനൊന്ന് കാണിക്കാൻ പറ്റുമോ? മീനുണ്ടോ അവിടെ? ഉണ്ടോ? നമുക്ക് മീനൊന്ന് കാണാം. നമ്മൾ മീൻ കാണാൻ പോവാണ്. നല്ല മീനുകൾ, ഒരു വല വീശിയിട്ട് കിട്ടിയ മീനുകളാണ്. എന്താ മീനുണ്ടാ? ആ കുറവാണ്. ഇതാ വല വീശി. ഇതാ മൂപ്പര് വല അയക്കുകയാണ്. ഒരു രാവിലെ തുടങ്ങിയിട്ടുണ്ട് വീശലോട്. കടൽ ശാന്തമല്ല, കടൽ ഇളകിയും കൊണ്ടാണ് നിൽക്കുന്നത്. ഇതാ കൊക്കുകൾ ഇതാ മീനിനെങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല വേസ്റ്റ് ഉണ്ട്. ഇത് ആളുകൾ ഇവിടെ വേസ്റ്റ് നല്ല കൊണ്ടുവരുന്നുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണം, പദ്ധതി വേണം. കാരണം കടലിങ്ങനെ മലിനാക്കി കഴിഞ്ഞാൽ നമ്മളെ പ്രകൃതിക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരിക. അത് ഇന്നറിയില്ലെങ്കിലും നാളെ നമ്മളറിയും. കാരണം അത്രയും വേസ്റ്റ് നമ്മളെ ഈ ഏരിയയിലുണ്ട്. പക്ഷേ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ഈ വേസ്റ്റ് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ ബീച്ച് ഒന്നും കൂടെ ഇതാവും. ഇതാ കൊക്കുകൾ ഇതാ മീനെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കൊക്കുകൾക്ക് ഭയങ്കര ഇത് കണ്ട. നമ്മുടെ ഇത്രയും മനോഹരമായ ഒരു ബീച്ച് ഞാൻ വിചാരിച്ചിരുന്നത് ഉണ്ണിയാൽ ബീച്ചാണ്. ഉണ്ണിയാൽ ബീച്ച് സൗന്ദര്യമുണ്ട്, പക്ഷെ അതിനേക്കാളും സൗന്ദര്യമുണ്ട് നമ്മളെ തൂവൽത്തീരം ബീച്ച്. ഇതവിടെ കടകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്ന് ആളില്ല. പൊതുവേ ഇന്ന് ഓഫ് ഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് ബീച്ചിൽ അധികം ആളുകളില്ല. സാധാരണ ഈ ബീച്ചിൽ എന്തായാലും സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ ഒക്കെ നല്ല ആളുകളുണ്ടാവും. ഇന്ന് വളരെ കുറവാണ്. പിന്നെ നമ്മൾ വന്ന സമയം ഒരു 4 മണിയാണ്. ഒരു ഈവനിങ് ടൈമിലാണ് കുറച്ചും കൂടെ ആളുകൾ കൂടുതലുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതാ ബീച്ചിൻ്റെ വ്യൂ നോക്ക്. ബീച്ച് ഇങ്ങനത്തെ ഒരു വ്യൂവിൽ ഈ ബീച്ച് കാണാൻ കഴിയില്ല. കണ്ടാ ബീച്ചിൻ്റെ ഒരു വ്യൂ. നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്തിനകത്ത്. ഇവിടുത്തെ ആകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മാത്രമാണ്. ഇതില്ലെങ്കിൽ ഈ ബീച്ചിനെ തോൽപ്പിക്കാൻ നമ്മളെ താന്നൂർ മണ്ഡലത്തിൽ വേറൊരു ബീച്ചിൽ, താന്നൂർ എന്നല്ല, തിരുരങ്ങാടി തിരൂർ മണ്ഡലത്തിൽ ഈ ബീച്ചിൻ്റെ അത്ര സൗന്ദര്യമുള്ള ഒരു ബീച്ച് വേറെ ഇല്ല. കാരണം കടലും പുഴയും കൂടിച്ചേർന്ന ഒരൊറ്റ ബീച്ചേ ഉള്ളൂ, അത് ഈ ബീച്ചാണ്. അതൊരു സംഭവം തന്നെയാണ്. പിന്നെ കൂട്ടായി ഉണ്ട്, കൂട്ടായി അഴിമുഖം അതുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ പാർക്കും കാര്യങ്ങളൊക്കെയാണ്. അവിടെ അതിൻ്റെ ഒരു വ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും. എന്തായാലും നോക്കുക. അതാ ഈ ബീച്ച് ഇങ്ങനെ ഇതിൽ ഫാമിലീസൊക്കെ ഉണ്ട്. ബീച്ചിൻ്റെ ഒരു വ്യൂ നോക്കി. ഇതിൻ്റെ മൊത്തം വ്യൂ ഞാൻ പെടുത്തരാം. ഇത് മൊത്തം വ്യൂ ആട്ടത്. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്ക് നടക്കാൻ അത്ര കുറേ നടന്നിപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ തൂവൽത്തീരം ബീച്ച്. മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു ബീച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ബീച്ച്, പ്രകൃതി കൊണ്ട് ഏറ്റവും നല്ല ബീച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തൂവൽത്തീരം ബീച്ചാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നമ്മൾ എല്ലാവരും ഒന്ന് വന്ന് കാണുക, സന്ദർശിക്കുക. അതായത് ചിലപ്പോൾ താന്നൂർ തിരൂരുള്ളവർക്കൊക്കെ ബീച്ച് ഒരു ഈസിയാവും. പക്ഷേ മലപ്പുറം, കോട്ടക്കൽ, പെരിന്തൽമണ്ണ അങ്ങനെയുള്ളവർക്കൊക്കെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്ത് വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ്. നല്ല കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വരിക. അതവിടെ ചേച്ചിമാരൊക്കെ ഇതൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും തൂവൽത്തീരം ബീച്ച് എന്തായാലും നമ്മളെ MLA കണ്ടിട്ട് ഇതൊക്കെ ഒന്ന്
ഒന്നും കൂടെ റിനോവേറ്റ് ചെയ്തിട്ട് പഴയ രീതിയിലേക്ക് ആക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇതൊരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുന്നേ നല്ല അടിപൊളി ബീച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം സാധനങ്ങളൊക്കെ പഴകി പുതിയതൊന്നും പിന്നെ കൊണ്ടുവന്നില്ല. പിന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കഴിഞ്ഞ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ സക്സസ് ആയില്ല, കാരണം അത് കംപ്ലൈൻ്റ് ആയ ബോട്ട് ദുരന്തം വന്നതിന് ശേഷം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ബീച്ചോ അല്ലെങ്കിൽ കുന്നോ മലയോ കാടോ പുഴയോ പള്ളിയോ അമ്പലോ എന്തെങ്കിലും ആയിട്ടും വരാം. അപ്പോൾ എല്ലാവർക്കും വണക്കം, ഏവർക്കും നന്ദി, നമസ്കാരം.